നമസ്കാരം. പഞ്ചായത്ത് മുതൽ പാർലമെന്റ് വരെ അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിന് 2 വർഷത്തിലേറെ ബാക്കി നിൽക്കെ രാജ്യം ഭരിക്കുന്ന BJP അജണ്ട പ്രഖ്യാപിച്ചു കഴിഞ്ഞു. മറ്റൊരു പാർട്ടിയും 2019ലേക്ക് നോക്കി തുടങ്ങുന്നതിന് മുൻപേ ഭരണ തുടർച്ച പ്രഖ്യാപിച്ചു BJP. അതും വേരോട്ടം കിട്ടാത്ത ഒഡീഷയിൽ. ഭുവനേശ്വറിലെ ഭാരവാഹികളെ സാക്ഷി നിർത്തി ഭാരത പര്യടനത്തിന് ഒരുങ്ങുന്ന അമിത്ഷായ്ക്ക് മുന്നിൽ ബംഗാളും ത്രിപുരയും തെലങ്കാനയും തമിഴ്നാടും കേരളവുമുണ്ട്. ഒരു പഞ്ചായത്ത് അംഗം പോലും ഇല്ലാതിരുന്ന മണിപ്പൂരും അസമും കീഴടക്കിയ ആത്മവിശ്വാസം കൂട്ടിന്. രാജ്യത്തിന്റെ 60% ഭൂപ്രദേശവും 70% രാഷ്ട്രീയ ഇടവും സ്വന്തമാക്കിയെന്ന് അവകാശവാദം. കനത്ത മോദി തരംഗത്തിൽ 2014 കിട്ടിയ ചില സീറ്റുകളെങ്കിലും 2019 നഷ്ടപ്പെടാൻ ഇടയുണ്ടെന്ന മുൻകരുതലാണ് ശക്തിയില്ലാത്തിടത്തേക്ക് വിശ്രമമില്ലാത്ത യാത്രയ്ക്ക് വട്ടം കൂട്ടാൻ കാരണം. അതായത് ശക്തമായ ഭരണവിരുദ്ധ കൊടുങ്കാറ്റിൽ ആടി ഉലയാവുന്നതേ ഉള്ളൂ 2014 സ്വപ്ന നേട്ടം. എന്നാൽ കേരളത്തിൽ ലക്ഷ്യം കടുത്തതാണെന്ന തിരിച്ചറിവിലും സ്വപ്നം വലുതാണ്. 20ൽ 11 സീറ്റുകൾ. തിരുവനന്തപുരത്തും കാസർഗോഡിലും മാത്രം ഒതുങ്ങുന്നില്ല ഈ സ്വപ്നം. പാലക്കാടും തൃശൂരും പത്തനംതിട്ടയും കടന്നാണ് സ്വപ്ന സഞ്ചാരം. 20ൽ 11 സീറ്റുകൾ. രാഹുലിന്റെ കോൺഗ്രസിനേക്കാൾ കേരളത്തിലും ത്രിപുരയിലും ബംഗാളിലും ഇടതു പാർട്ടികളാണ് തടസ്സമെന്ന് ഒഡീഷയിലെ വിലയിരുത്തലിൽ തെളിഞ്ഞു കഴിഞ്ഞു. തമിഴ്നാട്ടിൽ ദ്രാവിഡ കക്ഷികൾ. ഒഡീഷയിൽ കോൺഗ്രസിനെ മറികടന്ന് രണ്ടാമതെത്തിയെങ്കിലും ബിജു ജനതാദൾ മഹാമേരു പോലെ മുന്നിൽ. ബൂത്തുകളിലേക്കാണ് അമിത്ഷാ സഞ്ചരിക്കാൻ പോകുന്നതത്രേ. നിർവാഹക സമിതി അംഗങ്ങൾക്കും വെറുതെ ഇരിക്കാൻ കഴിയില്ല. അവർക്കും പണി നൽകി കഴിഞ്ഞു. വടക്കും പടിഞ്ഞാറും കിഴക്കും ഒടുവിൽ വടക്ക് കിഴക്കും പയറ്റിയ തന്ത്രങ്ങൾ പോരാ കേരളത്തിലെന്ന് 4 ദിവസം കേരളത്തിൽ തങ്ങി തന്ത്രങ്ങൾ മെനയാൻ ഒരുങ്ങുന്ന അമിത്ഷായ്ക്ക് നന്നായി അറിയാം. ഘടകകക്ഷികൾ എന്ന് പറയുന്നവർ കടയ്ക്കൽ കത്തിവെക്കുന്നവരാണെന്ന് മനസ്സിലാക്കിയാകും പുതിയ ബാന്ധവങ്ങൾക്ക് കളമൊരുക്കുന്നത്. ഭരണ തുടർച്ച എന്ന ലക്ഷ്യം പ്രഖ്യാപിച്ച് BJP നിർവാഹക സമിതി യോഗം ഭുവനേശ്വറിൽ സമാപിക്കുമ്പോൾ ഇനിയും ശക്തി തെളിയിക്കാത്ത സംസ്ഥാനങ്ങൾ സ്വപ്നം കാണുന്നതിലെ യാഥാർത്ഥ്യം സൂപ്പർ പ്രൈം ടൈം ചർച്ച ചെയ്യുകയാണ്. അപ്പോൾ ഉയർത്തുന്ന ചോദ്യങ്ങൾ ഇവയാണ്. BJPയെ അകറ്റി നിർത്തുന്ന സംസ്ഥാനങ്ങളെ കൂടെ നിർത്താൻ അമിത്ഷായുടെ തന്ത്രത്തിന് കഴിയുമോ? മറ്റു പാർട്ടികളിൽ നിന്ന് നേതാക്കളെ അടർത്തി മാറ്റാനുള്ള തന്ത്രം കേരളത്തിൽ നടപ്പിലാകുമോ? കേന്ദ്രം നിശ്ചയിക്കുന്ന ലക്ഷ്യം നടപ്പിലാക്കാനുള്ള സംഘടനാ സംവിധാനം സംസ്ഥാന BJPക്കുണ്ടോ? അമിത്ഷാ ബൂത്തിലെത്തി താമസിച്ചാലും 0ൽ നിന്ന് 11 സീറ്റുകളിലേക്കുള്ള വളർച്ച വെറും സ്വപ്നമല്ലേ? ഭരണവിരുദ്ധ തരംഗത്തിൽ കോട്ടകൾ കൈവിടുമെന്ന ഭയത്തിലാണോ BJP പുതിയ മേച്ചിൽപ്പുറം തേടുന്നത്? BJPയുടെ 2019 അജണ്ടയെ നേരിടാൻ കോൺഗ്രസും ഇടത് പാർട്ടികളും സജ്ജരാണോ? ഈ വിഷയത്തിൽ BJP നേതാവ് B. രാധാകൃഷ്ണ മേനോൻ, കൊടിക്കുന്നിൽ സുരേഷ് MP, CPM നേതാവ് KN ബാലഗോപാൽ, മുതിർന്ന മാധ്യമപ്രവർത്തകൻ സണ്ണിക്കുട്ടി എബ്രഹാം, ആം ആദ്മി പാർട്ടി നേതാവ് CR നീലകണ്ഠൻ എന്നിവരും ചേരുകയാണ്. ഒപ്പം ഒഡീഷയിലെ ഭുവനേശ്വറിൽ നിന്ന് ദേശീയ നിർവാഹക സമിതി യോഗത്തിൽ പങ്കെടുത്ത BJP നേതാവ് PK കൃഷ്ണദാസ് ടെലിഫോൺ ലൈനിലും പ്രതികരിക്കും. BJPയെ അകറ്റി നിർത്തുന്ന സംസ്ഥാനങ്ങളെ കൂടെ നിർത്താൻ അമിത്ഷായുടെ തന്ത്രങ്ങൾക്ക് കഴിയുമോ? ഈ വിഷയമാണ് സൂപ്പർ പ്രൈം ടൈം ചർച്ച ചെയ്യുന്നത്.